Key CDI elements that improves the coding. നമ്മുടെ കോഡിംഗ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി വാട്ട് ആർ ദ കീ എലമെൻറ്റ്സ് ഇൻ CDI? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇസ് സ്പെസിഫിക് ഡയഗ്നോസിസ്. നമ്മുടെ ഡയഗ്നോസിസ് സ്പെസിഫിക് ആയിരിക്കണം. ദാറ്റ് ഇസ് ഇറ്റ് ഷുഡ് ബി, അതായത് ഏതെങ്കിലും ടൈപ്പ് ഓഫ് കണ്ടീഷൻസ് ആണ്. ഫോർ എക്സാമ്പിൾ ടൈപ്പ് 1 ഡയബറ്റിസ്, ടൈപ്പ് 2 ഡയബറ്റിസ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഏത് ഡയബറ്റിസ് ആണെന്ന് സ്പെസിഫൈ ചെയ്യണം. അതുപോലെ തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. വിത്ത് കോംപ്ലിക്കേഷൻസ് ആണോ, അൺസ്പെസിഫൈഡ് ആണോ, അല്ലെങ്കിൽ വിത്തൗട്ട് എനി കോംപ്ലിക്കേഷൻസ് ആണോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ മെൻഷൻ ചെയ്യണം. ലാറ്ററാലിറ്റി, അതുപോലെ തന്നെ നമ്മുടെ കോംപ്ലിക്കേഷൻസ്, ലൊക്കേഷൻസ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്ത് സ്പെസിഫിക് ഡയഗ്നോസിസ് ഡോക്യുമെൻറ്റേഷൻ ചെയ്യണം. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ്. ദെൻ ലിങ്ക് ഡയഗ്നോസിസ് ടു ദ പ്രൊസീജിയർ. നമ്മുടെ ഡയഗ്നോസിസും പ്രൊസീജിയറും തമ്മിൽ കോറിലേറ്റഡ് ആയിരിക്കണം. ഇഫ് ദ പ്രൊസീജിയർ ആൻഡ് ദ ഡയഗ്നോസിസ് ഇസ് നോട്ട് റിലേറ്റഡ് ടു ഈച്ച് അതർ, ദെൻ വി ക്യാൻ ഗെറ്റ് റിജക്ഷൻസ് ഫോർ ദി സർവീസസ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സിംറ്റംസ്, ക്ലിനിക്കൽ ഫൈൻഡിങ്സ്, ഡയഗ്നോസിസ് ഇതെല്ലാം തമ്മിൽ നമ്മുടെ പ്രൊസീജിയറുമായിട്ട് കോറിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആയിരിക്കണം നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്ലിയർ പ്രൊസീജിയർ ഡീറ്റെയിൽസ്. നമ്മൾ ചെയ്യുന്ന ഏത് പ്രൊസീജിയറാണോ ആ ഒരു പ്രൊസീജിയറിനെ കുറിച്ചുള്ള ക്ലിയർ ആയിട്ടുള്ള ഡീറ്റെയിൽസും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റേഷനും നമ്മുടെ EHRൽ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡോക്യുമെൻറ്റേഷൻ ഡീറ്റെയിൽസിൽ അത് കണ്ടിരിക്കണം. ദെൻ ഓൺലി വി ക്യാൻ സ്പെസിഫിക്കലി കോഡ് വാട്ട് പ്രൊസീജിയർ ഇസ് ബീങ് ഡൺ ഫോർ ദ പേഷ്യൻറ്റ്. ഒരു ടൈപ്പ് ഓഫ് പ്രൊസീജിയറിന് തന്നെ പല രീതിയിലുള്ള കോഡ്സ് കാണും. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഒരു പ്രൊസീജിയർ ചെയ്തു വിത്ത് കോൺട്രാസ്റ്റ് ആണ് ചെയ്തിരിക്കുന്നത്, ഒരു ഡയഗ്നോസ്റ്റിക് ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ ചെയ്തത്. മറ്റൊരു ഡയഗ്നോസ്റ്റിക് ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ ചെയ്യുമ്പോൾ വിത്തൗട്ട് കോൺട്രാസ്റ്റ് ആയിരിക്കും. അങ്ങനെ സ്പെസിഫിക് ആയിട്ട് മൈനർ ആയിട്ടുള്ള ചേഞ്ചസിന് വേണ്ടി നമ്മുടെ പ്രൊസീജിയർ കോഡ് ചേഞ്ച് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ അൾട്രാസൗണ്ട് ഗൈഡൻസിൽ ചെയ്ത പ്രൊസീജിയറിന് ഡിഫറെൻറ്റ് കോഡായിരിക്കും, വിത്തൗട്ട് അൾട്രാസൗണ്ട് ഗൈഡൻസിലാണെന്നുണ്ടെങ്കിൽ മറ്റൊരു കോഡായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലിയർ പ്രൊസീജിയർ ഡീറ്റെയിൽസ്, അതായത് നമ്മുടെ പ്രൊസീജിയർ ഏത് ടൈപ്പാണ്, അതിന് എന്തൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്, ഇങ്ങനെയുള്ള സ്പെസിഫിസിറ്റി കൂടുതലായിട്ട് നമ്മുടെ ഡോക്യുമെൻറ്റേഷനിൽ ഇൻക്ലൂഡ് ചെയ്താൽ മാത്രമേ നമ്മളുടെ ആ ഒരു കോഡിംഗ് ആക്യുറസി improve ചെയ്തിട്ടുള്ളൂ. So these are some of the key elements which helps in our coding accuracy.